മുറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സുധീഷിനെ മേക്കപ്പ് മാന് മേക്കപ്പ് ചെയ്യുമായിരിക്കും. അവിടെ സുധീഷും അതുപോലെ ഹരീഷും നികേഷും ഉണ്ടാകും. അങ്ങനെ ഹരീഷ് പറയും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തോട്ട് ഹാളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകും സുഭാഷ് എല്ലാവർക്കും ഉള്ള ജ്യൂസ് കൊടുക്കുകയായിരിക്കും. അങ്ങനെ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഹരീഷ് മുറിയുടെ പുറത്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഹരീഷിന് സങ്കടം വരും. അപ്പോൾ സുധീഷ് പറയും എന്താടാ നീ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയും. അങ്ങനെ ഹരീഷ് സുധീഷിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അടുത്ത് ചെന്നതിന് ശേഷം സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടനെ പോയി വിളിച്ചിട്ട് വാ, പെട്ടെന്ന് റെഡി ആവാൻ പറയുക, ആളുകളെല്ലാം വരാൻ തുടങ്ങിയില്ല എന്ന് പറയണേ. അങ്ങനെ സുധീഷ് നികേഷിനോട് പറയുന്നുണ്ട് എടാ നീ ഡ്രസ്സല്ലല്ലോ ഇടുന്നത്, നീ ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വാ, നിനക്കും മേക്കപ്പ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും എനിക്ക് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഒന്ന് മുടി ചീകി അത് മാത്രം മതി, ഇപ്പോൾ സുധീഷേട്ടൻ മേക്കപ്പ് ചെയ്യുമെന്ന് പറയണം. അങ്ങനെ സുധീഷ് മേക്കപ്പ് ചെയ്യും. ആ സമയത്ത് ഹരീഷിനോട് പറയും നീ പെട്ടെന്ന് പോയിട്ട് സുഭാഷ് ഏട്ടനെ വിളിക്കുക എന്ന് പറയണം. അങ്ങനെ ഹരീഷ് സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സുഭാഷ് എല്ലാവർക്കുമുള്ള ജ്യൂസുകളെല്ലാം കൊടുക്കുകയായിരിക്കും. അപ്പോൾ ഹരീഷ് പറയും സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് റെഡി ആവുക, സുധീഷ് ഏട്ടൻ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടനോട് റെഡി ആവാൻ, അതെല്ലാം പിന്നെ കൊടുക്കാം എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയും വന്നവർക്കെല്ലാം ജ്യൂസും ഒക്കെ കൊടുക്കണ്ടേ, അവർ നമ്മളുടെ ഗസ്റ്റ് അല്ലേ എന്ന് പറയണേ. അപ്പോൾ ഹരീഷ് പറയും അതൊക്കെ പിന്നെ കൊടുക്കാം, ഇപ്പോൾ സുഭാഷ് ഏട്ടൻ പോയി റെഡി ആവാൻ നോക്ക്. അങ്ങനെ ഹരീഷും സുഭാഷും മുറിയിലോട്ട് വരുന്ന സമയത്ത് സുഭാഷ് ചോദിക്കും നികേഷിനോട് എവിടെ സുധീഷ് എന്ന് ചോദിക്കണം. അപ്പോൾ നികേഷ് പറയും സുധീഷ് ഏട്ടൻ റെഡി ആവുകയാണ്. അപ്പോൾ നികേഷ് സുഭാഷിനോട് ചോദിക്കും എന്താ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വിയർത്തിരിക്കുന്നത്. അപ്പോൾ സുഭാഷ് പറയും കിച്ചണിന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യായിരുന്നു എന്ന് പറയണേ. അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്ന് പറയണം. അങ്ങനെ ഹരീഷ് പറയും നീ സുഭാഷ് ഏട്ടൻ പോയി റെഡിയാവുക എന്ന് പറയണം. അങ്ങനെ സുഭാഷ് പോയി റെഡി ആവുകയാണ്. അങ്ങനെ ഹരീഷും നികേഷും സുഭാഷും സുധീഷും എല്ലാവരും റെഡിയായി വരും. ആ സമയത്ത് സുധീഷ് പറയും സുഭാഷ് ഏട്ടനെ കണ്ടാലാണ് ഇപ്പോൾ പുതിയാപ്ല എന്ന് തോന്നും എന്ന് പറയണേ. അങ്ങനെ സുഭാഷ് പറയും നീ ഒന്ന് പോടാ എന്ന് പറയണേ. അപ്പോൾ ഹരീഷ് പറയും ഞാൻ എപ്പോഴും പറയാറില്ലേ സുഭാഷ് ഏട്ടനെ കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന്. അപ്പോൾ സുഭാഷ് പറയും എന്നെ അങ്ങനെ ഇട്ട് നിങ്ങൾ സുഖിപ്പിക്കാൻ നോക്കണ്ടേടാ എന്ന് പറയണേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നികേഷ് പറയും ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു സെൽഫി എടുക്കാം എന്ന് പറയണം. അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിധിയാണ്. അങ്ങനെ സുഭാഷ് മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് സുനന്ദയും ലളിതയും വരുന്നുണ്ടാകും. അങ്ങനെ അവരെ വിളിച്ച് സുഭാഷ് അവിടെ ഇരുത്തും. അങ്ങനെ ഇരുത്തിയതിന് ശേഷം ലളിത പറയും ആരും ചെക്കൻ്റെ വീട്ടുകാർ മാത്രമുള്ളല്ലോ പുറത്ത്, പെണ്ണിൻ്റെ വീട്ടുകാർ ആരെയും കണ്ടില്ലല്ലോ, അവരെല്ലാവരെയും വെൽക്കം ചെയ്യണ്ടേ എന്ന് പറയാണ്. ആ സമയത്ത് സുഭാഷ് പറയും എല്ലാവരും ഓരോ തിരക്കിലാണ് അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോഴായിരിക്കും അവിടെ നിധിയുടെ അച്ഛനായ രാജീവൻ ഇങ്ങനെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടാകും. അപ്പോൾ സുഭാഷ് പറയും അതാ നിൽക്കുന്നതാണ് നിധിയുടെ അച്ഛൻ എന്ന് പറയണേ. ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് രാജീവൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലും. അങ്ങനെ രാജീവ് ഭയങ്കര ഫോണിലായിരിക്കും. അങ്ങനെ സുഭാഷ് രാജീവിനോട് പറയും ഞങ്ങളുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടെന്ന് പറയും. അപ്പോൾ രാജീവൻ പറയും ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കോളിലാണ്, ഇപ്പോൾ വരാം എന്ന് പറയണം. അങ്ങനെ സുഭാഷ് ലളിതയുടെ അടുത്തോട്ടേക്ക് വരും. അത് നിധിയുടെ അച്ഛൻ ഫോൺ വിളിച്ച് തിരക്കിലാണ്, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് ഹരീഷ് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ എല്ലാവരെയും വെൽക്കം ചെയ്യുകയായിരിക്കും. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അരുണ് വരും. അരുണ് വന്നിട്ട് ഹരീഷിനോട് ചോദിക്കും ഹരീഷ് എൻ്റെ കാറൊന്ന് പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ, ഇവിടെ വണ്ടി ഇട്ടാൽ ഒരുപാട് വണ്ടികൾ വരുന്നതല്ലേ, അപ്പോൾ അതിന് വല്ല സ്ക്രാച്ചും പറ്റും, അതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ ചോദിക്കും. അത് കേൾക്കുന്ന ഹരീഷിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഹരീഷ് മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് അരുണ് പറയും എന്താ ഹരീഷ് ഒന്നും പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയും കൊണ്ടുപോയിടാം എന്ന് പറയുകയാണ്. അങ്ങനെ ഹരീഷിനോട് അരുൺ ചോദിക്കുന്നുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയും എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം എന്ന് പറയുന്നു. അങ്ങനെ അത് 30-50 ലക്ഷം രൂപയുടെ കാറാണെന്ന് പറയുകയാണ്. എനിക്കറിയാം, ഞാൻ കൊണ്ടിടാമെന്ന് പറയണം. അങ്ങനെ അരുണിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അരുണിന് വണ്ടിയുടെ കീ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നേരെ അരുണ്
ഹരീഷിന് കൊടുക്കുകയാണ്. അങ്ങനെ ഹരീഷ് വണ്ടി എടുത്ത് അവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ നികേഷ് എല്ലാവർക്കും ഇങ്ങനെ ജ്യൂസ് കൊടുക്കുകയായിരിക്കും. ആ സമയത്ത് രാജീവന് അവിടെ നിൽക്കുന്ന സമയത്ത് രാജീവനോട് വന്നിട്ട് ഒരാൾ ചോദിക്കും, ആ ജ്യൂസ് കൊടുക്കുന്ന ആളാണോ ചെറുക്കൻ്റെ വീട്ടിലുള്ളവർ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രാജീവൻ പറയുമല്ല, അത് ഇവിടെ സർവൻ്റാണ് എന്ന് പറയുകയാണ്. ചെറുക്കൻ്റെ വീട്ടിലുള്ളവർ അവരെല്ലാവരും അകത്ത് ഇരിപ്പുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന നികേഷിന് ആകെ സങ്കടമായി അവിടെ നിന്നും നികേഷ് പോകുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് നീതുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാം വരുന്നുണ്ട്. അങ്ങനെ വന്ന് അവരോട് അവിടെ സുഭാഷ് ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് അവരോട് പറയണേ, ഞാൻ നിധിയുടെ അച്ഛനെ പരിചയപ്പെടുത്താം എന്ന് പറയണം. ആ സമയത്ത് ഹരീഷ് പറയും വേണ്ട. സുഭാഷ് ചോദിക്കും അതെന്താ വേണ്ടാത്തതെന്ന്. അപ്പോൾ ഹരീഷ് പറയും അവരൊക്കെ വലിയ ആളുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ, നമ്മളെ കൂടെയുള്ളവരോടൊന്നും സംസാരിക്കില്ലെന്ന് പറയണേ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇതിൻ്റെ ബാക്കിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി.